ബാങ്കനൂരിലെ ദിവാലി പ്രോഗ്രാം ഇന്നാണ് നടക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് 4th of October സാറ്റർഡേ ആണ്. ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ 4 പേര് മാത്രമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അതൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് കൂടി ആയിട്ട് ഞങ്ങൾ കരുതുന്നു. ഇപ്പം ഇവിടെ ഇപ്പോൾ 2 മണിയായി. ഞങ്ങൾ 4 മണിക്ക് പുറപ്പെടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവരും ഈ വീട്ടിൽ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരുമിച്ച് പോകാമെന്നുള്ളതാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഞങ്ങൾ ഒരു സോങ് കളിക്കാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ഫ്യൂഷൻ സോങ് വേണം എന്ന് പറഞ്ഞു, ഹിന്ദിയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മെരെ പിയാ ഘർ റിമി ടോമിയുടെ ഇതിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അവളത് ലാസ്റ്റ് മിനിറ്റ് ക്യാൻസൽ ചെയ്താണ് ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് പോർഷനും രഞ്ജിതമ്മയുടെ കുറച്ച് പോർഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് പുതിയതൊന്നും പഠിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടായില്ല. അപ്പം അങ്ങനെ വെച്ചിട്ട് നമ്മൾ പോകാൻ പോകുന്ന ഹോപ്പ് എവറിത്തിങ് കംസ് ഔട്ട് ഗുഡ്. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരി വോർ മെമ്മോറിയൽ ഹാൾ അവിടെയാണ് നടക്കുന്നത്. അവിടെ എത്തിയിരിക്കുകയാണ്. ആരും വന്നിട്ട് സ്റ്റേജ് കാണാം. സൂപ്പർ ഹോളാട്ടോ. ഓ വാ. ഇവിടെ സെയില് നടപ്പുണ്ട്. ഓക്കെ, ഇവിടെ സെയില്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സിംഗ് റൂമിലെത്തി. ഞങ്ങൾ ഫൈനൽ ടച്ചസൊക്കെ ചെയ്യുകയാണ്. ആദ്യം തന്നെ ചെണ്ടമേളമായിരുന്നു ഉണ്ടായിരുന്നത്. മലയാളികളുടെ ഗ്രൂപ്പായിരുന്നു അത്. അങ്ങനെയാണ് പ്രൊസഷൻ പോലെയാണ് അവർ കയറി വന്നത്. ചെണ്ടമേളത്തിന് പിന്നാലെ അവർ ലേഡീസ് ഗണപതിൻ്റെ ഒരു സ്റ്റാച്യു ഒക്കെ പിടിച്ച് അവർ ഡാൻസൊക്കെ കളിച്ച് അതിന് പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവരുടെ പ്രോഗ്രാമിൻ്റെ എൻട്രി. ഞങ്ങളുടേത് സെക്കൻഡ് ലാസ്റ്റ് പ്രോഗ്രാം ആയിരുന്നത് കാരണം ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ശരിക്കുള്ള പെർഫോമൻസുമായിട്ട് നിങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.